ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ കളവ് പറയാനുണ്ട്. എന്താ കളവെന്നോ? അടുത്ത കളവ് നിങ്ങൾ കേട്ടോളൂ. എന്താ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടക്കമുള്ള അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരം ജീർണിച്ചു പോകുന്നതല്ല, മണ്ണ് തിന്നുന്നതല്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്. ഇത് നാദാപുരത്ത് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ പേടിച്ച് സമ്മതിക്കുന്നതല്ല. പണ്ടേ ഈ ഉള്ളവൻ ഷാർജയിൽ വെച്ച് പ്രസംഗിച്ചപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ചും ഇത് പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ മാത്രം പറയുന്നതല്ല. അപ്പൊ ഇയാൾ പറയാണ്, ഇതുവരെ ഇവരെ എഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ജഡം ജീർണിച്ചു നശിക്കുമെന്നാണ്. ഇപ്പോഴിതാ തെളിവുകൾ ഞാനങ്ങ് നിരത്തിയപ്പോ എന്റെ മുമ്പിൽ നിന്ന് മൗലവി ഏത്തമിടുകയാണ്, സമ്മതിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ജഡം ജീർണിക്കും എന്ന് മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പൊ ജീർണിക്കില്ല എന്ന് സമ്മതിച്ചു എന്ന് നമ്മെ പറ്റി ആശ്വാസം കൊള്ളുന്ന ആ വാചകം എന്ന് കേട്ടോളൂ. കേട്ടോ, മുഹമ്മദ് ജീർണിക്കും എന്നവരെഴുതിയ അൽമനാർ. ശേഷം മൗലവി ജീർണിക്കൂല എന്ന് ഇവിടുന്ന് സമ്മതിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ പ്രസംഗം ഉണ്ടായ ഫല പറയുന്നത് കേട്ടോ, പൊളിച്ചേച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ശരീരം ജീർണിക്കുന്നായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പൊ മൗലവി ഇവിടെ വന്ന് സമ്മതിക്കാണ്. ആ സമ്മതിക്കുന്ന ഭാഗം ഏതാണ് മൂപ്പര് പറയുന്നത്? കേൾപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാരുടെയും അവരുടെ ആ മയ്യത്തിന് പോലും അവരുടെ ഭൗതിക ശരീരത്തിന്റെ പോലും പ്രത്യേകത അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചു തന്നിരിക്കുന്നു, അല്ലാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതല്ല. ഇത് ഇപ്പോൾ പറയുന്നവര് കാര്യമല്ല. നിങ്ങൾ പലപ്പോഴും ആക്ഷേപിച്ചില്ലേ, മുജാഹിദുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ജഡം ജീർണിച്ച് നശിച്ചു പോകുന്നതാണ്, അത് ജീർണിച്ച് അളിഞ്ഞു പോകുന്നതാണ് എന്ന വിശ്വാസക്കാരാണെന്ന് നിങ്ങൾ ഇവിടെ വെച്ച് പ്രസംഗിച്ചില്ലേ. നിങ്ങൾ അൽമനാർ മാസിക ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നതല്ല. ഈ ഉള്ളവൻ തന്നെ ഷാർജയിൽ ചെന്ന ഉടനെ നടത്തിയ പരലോക വിശ്വാസം എന്ന ഒരു പ്രഭാഷണ പരിപാടി കേട്ടിട്ടുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അറിയാം. കൊല്ലങ്ങൾക്ക് മുമ്പേ അവിടെ വെച്ച് ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അതാ ഭൂമിയോട് നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കളുടെ ജഡത്തെ, അമ്പിയാക്കളുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതില്ലെന്ന്. അല്ലാഹു അതാ ഭൂമിക്കത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന ഹദീസ് അന്നേ വിശദീകരിച്ചതാണ്. നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോ അത് പേടിച്ചിട്ട് മാറ്റി പറയുന്നതല്ല, അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചതിനപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട. കണ്ടോ, കൃത്യമായി എന്ന് വിശദീകരിച്ചതാ. അതൊക്കെ പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്തിട്ട് മൂപ്പരിപ്പ വന്നിട്ട് പറയണത് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് സമ്മതിക്കുന്നതല്ല. പേരോടെ നിങ്ങളുടെ ഉമ്മർത്ത് വന്ന് സമ്മതിച്ചതല്ല, പണ്ടേ പറഞ്ഞതാണ്, ഞങ്ങളിതൊക്കെ പഠിച്ചുകൊണ്ട് പണ്ടേ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെയും മൂപ്പര് വന്നിട്ട് അതന്നെ ആവർത്തിക്കണം. വേറെന്തേലും പറയാൻ വേണ്ടേ? ഈ ആരോപണം തന്നെ പിന്നെയും പറയണ്. അപ്പൊ മൂപ്പര് അവസാനം പിന്നെ തെളിവ് പറയണം. എന്താ അറിയോ, മൗലവി അങ്ങനെ പോകുന്നും വേണ്ട, അൽമനാറിൽ എഴുതിയിട്ടുണ്ട് പണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് ജീർണിച്ച് നശിച്ചു പോകുമെന്ന് അൽമനാറിൽ എഴുതിയിട്ടുണ്ട് എന്ന് മൂപ്പര് പറയുന്ന ഭാഗം കേൾക്കി നിങ്ങൾ. ശേഷം എന്താ അൽമനാറിൽ പറഞ്ഞതെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അൽമനാറിലുള്ളത് എന്താ? അൽമനാർ 985 സെപ്റ്റംബർ വില 1.50. കേട്ടോളെ, ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? ഇങ്ങനെ റസൂലുള്ളാഹിയുള്ള മഹാന്മാരെ പറ്റി പറയാണ്, ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർ. ഇത് വായിച്ച് ഖബറുകളിൽ ജീർണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിലൊരു ആയത്ത് കാണുന്നില്ലേ? ആ ആയത്ത് പിന്നെ ഒരു ആയത്തൊക്കെയാണ് പറഞ്ഞിട്ട് മൂപ്പരാൻ പോവുകയാണ്. ആ ആയത്തിന്റെ അർത്ഥം വായിക്കുന്നില്ല കേട്ടോ. ആ ആയത്തിന്റെ അർത്ഥം പറയാത്തതാണ് കള്ളത്തരം. കാരണം ആ ആയത്തിൽ പറഞ്ഞ കാര്യമാണ് ഇനി മൂപ്പര് വായിക്കാൻ പോകുന്ന വാചകത്തിലേക്ക് ബാധകമായിട്ടുള്ളത്. അതുകൊണ്ട് മൂപ്പര് ആയത്തിന്റെ അർത്ഥം പറയില്ല, പിന്നെ ഒരു ആയത്തൊക്കെ പറഞ്ഞിട്ട് ശേഷം പറയാണ് എന്ന് പറഞ്ഞിട്ടാണ് വായിക്കാൻ കേട്ടോ. ശ്രദ്ധിച്ചോ. മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും എന്നിട്ടൊരായത്തൊക്കെ കൊടുത്തിട്ട് അവസാനം പറയാണ്, നബി തിരുമേനിയുടെ റൗളാ ശരീഫിൽ വന്നു അവിടുത്തെ വിളിക്കുകയും സഹായമർപ്പിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ ഖബറുകളിൽ ജീർണിച്ച് നശിച്ച
ആ ജീർണിച്ച ജഡങ്ങളായി മാറിയ പുണ്യാളന്മാരിൽപ്പെട്ട ആളാണ് റസൂലുള്ളാഹി എന്ന് നിങ്ങൾ അൽമനാറിൽ നിങ്ങൾ പച്ചയായി എഴുതി. ഇതാ ഞാൻ ഇടമുട്ടത്തുനിന്ന് കാണിച്ചത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏത്തേടാണ് മൗലവി പറയുന്നു റസൂലുള്ളാഹിന്റെ ശരീരം ജീർണിക്കുകയില്ലെന്ന് ഹദീസിലുണ്ട്. അത് കഴിഞ്ഞ എന്റെ പ്രസംഗത്തിൽ ഞാൻ അതിന്റെ തെളിവുകൾ ഖുർആനി ഹദീസിൽ നിന്ന് വലിച്ചങ്ങ് പറഞ്ഞപ്പോ മൗലവി ഇപ്പോൾ സമ്മതിക്കുന്നതാണ് മുസ്ലിമീങ്ങളെ, ഇത് കളവാണ് മുസ്ലിമീങ്ങളെ. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാനാണ് സമ്മതിച്ചത്. ആ മൂപ്പര പ്രസംഗം കേട്ടിട്ട് എന്തിനാണ് ഈ കളവ് പറയുന്നത്? എന്തിനാണ് ഈ അള്ള വന്ന തൊള്ളയും നാവ് ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ പേരിൽ കളവ് ആരോപിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളെ മുമ്പിൽ ഒന്ന് പറയുന്നതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഷാർജയിൽ വെച്ചും പ്രസംഗിച്ചിട്ടുണ്ട്. ഏത് കാലത്തും ഞങ്ങൾ പറയുന്നതാണ്. പിന്നെ മൂപ്പര് അൽമനാറാ കാണിച്ചത്. അൽമനാറിൽ എന്താ ഉള്ളത്? മൂപ്പര് വായിച്ചതിന് ശേഷം ഞാൻ പറയില്ലേ, ഒരായത്തൊക്കെ പറഞ്ഞിട്ട് നടത്താൻ ചാടിയില്ലേ? എന്താ ആയത്ത്? വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദഊഹും ലാ യസ്മഊ ദുആക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. എന്നിട്ട് അതിന്റെ അർത്ഥം കൊടുക്കുന്നത് കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ എന്റെ മാന്യ മുസ്ലിമീങ്ങളെ. അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു കാരക്കപ്പാട പോലും അധീനിക്കുന്നില്ല. നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ ആ വിളി അവർ കേൾക്കുകയില്ല. അഥവാ കേൾക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അവർ ഉത്തരവും ചെയ്യില്ല. അന്ത്യദിനത്തിൽ നിങ്ങൾ ചേർക്കുന്ന പങ്ക് അവർ നിഷേധിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞിട്ട് ആ ശേഷം പറയുന്നത് എന്ത്? നബി തിരുമേനിയുടെ റൗള ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. ഏത് കൂട്ടത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും വിളി കേൾക്കുന്നതല്ല, ഉത്തരം ചെയ്യുന്നതല്ല. ആ സംഗതിയിൽ ഇവരും പെടുന്നു എന്ന് കൃത്യമായി തന്നെ ആ ആയത്തിനെ വിശദീകരിച്ച ശേഷം പറഞ്ഞ ഭാഗം മനസ്സിലാകും എന്ന് വിചാരിച്ചിട്ട് ആയത്ത് വായിച്ചില്ല, ആയത്തിന്റെ അർത്ഥവും പറഞ്ഞില്ല. ഇതിൽ എവിടെയാണ് സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ശരീരം മണ്ണ് തിന്ന് ജീർണിച്ചളിഞ്ഞു പോകും എന്ന വാചകം അൽമനാറിൽ എവിടെയാണ്? നിങ്ങൾ കോട്ടിമാട്ടിയതല്ലേ. നിങ്ങൾ മേലെ പറഞ്ഞത് ഇടയ്ക്കുള്ള ഒരു വാചകവുമായ ആയത്തും അതിന്റെ അർത്ഥവും വായിക്കാതെ വിട്ടിട്ട് കട്ടുമുറിച്ച് പറഞ്ഞതല്ലേ. ഇനി എന്റെ മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിച്ചോ, ഇത് മാത്രമാണോ ഇവര് പറഞ്ഞത്? പിന്നെയും മൂപ്പരാശ്വസിക്കുന്നുണ്ടെന്ന്. ഇതാ